എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. വിഷുവിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കണിക്കൊന്ന. ആ കണിക്കൊന്നയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറയാം. മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത്. ത്രേതായുഗത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിനു വേണ്ടി സഖ്യത്തിലേർപ്പെട്ടു. ബാലിയെ കൊന്ന് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന. രാമൻ അത് അംഗീകരിച്ചു. അദ്ദേഹം സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും തനിക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മരത്തിന് പിന്നിൽ നിന്നും അമ്പെയ്ത് ബാലിയെ വധിക്കാം എന്നറിയിക്കുകയും ചെയ്തു. രാമന്റെ പിൻബലത്തിൽ സുഗ്രീവൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ വെല്ലുവിളിച്ചു. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബാലിയെ മറഞ്ഞിരുന്ന് അമ്പെയ്ത് വധിക്കാൻ ശ്രമിച്ച രാമന് സഹോദരന്മാർ രണ്ടുപേരും തമ്മിലുള്ള രൂപസാദൃശ്യം മൂലം ബാലിയെ തിരിച്ചറിഞ്ഞ് അസ്ത്രമയക്കാൻ സാധിച്ചില്ല. അതേസമയം ബാലിയുടെ മർദ്ദനത്താൽ അവശനായ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു. സുഗ്രീവനെ യുദ്ധത്തിനിടയിൽ തിരിച്ചറിയാൻ വേണ്ടി രാമൻ അദ്ദേഹത്തെ ഒരു പൂമാല അണിയിപ്പിച്ചു. ബാലിയെ വീണ്ടും വെല്ലുവിളിച്ച സുഗ്രീവനോട് ബാലിയുടെ പത്നിയായ താര തടഞ്ഞിട്ടുകൂടി ബാലി യുദ്ധത്തിനിറങ്ങി. പോരിനിടയിൽ ബാലിയെ രാമൻ ഒളിയമ്പെയ്തു. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മര്യാദാ പുരുഷോത്തമനായ രാമൻ തന്നെ ഒളിയമ്പെയ്തത് മൂലം അധർമ്മം പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് രാമനെ ബാലി ഉഗ്രമായി വിമർശിക്കുന്നു. ഇക്കാണുന്ന ഭൂമി മുഴുവൻ പരിപാലിക്കുന്ന ഇക്ഷ്വാകു വംശരാജാവായ ഭരതന്റെ ഭരണത്തിന് കീഴിൽ സ്വപുത്രിയെപ്പോലെ സംരക്ഷിക്കേണ്ട അനുജന്റെ പത്നിയെ കാമാന്ധനായി ബലപൂർവം അപഹരിച്ച് അധർമ്മം പ്രവർത്തിച്ച ബാലിയെ ശിക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് രാമൻ ഉണർത്തിച്ചു. രാമന്റെ യുക്തിപൂർവമായ മറുപടി കേട്ട് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബാലി പശ്ചാത്താപവിവശനായി. ബാലിയുടെ അവസാന നിമിഷങ്ങൾ കണ്ട സുഗ്രീവനും അത്യധികം ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്തു. ബാലി തൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണ താമരമാല സുഗ്രീവനെ അണിയിച്ചിട്ട് കിഷ്കിന്ധയുടെ രാജ്യാധികാരവും തൻ്റെ പത്നി താരയുടെയും പുത്രൻ അംഗദന്റെയും സംരക്ഷണം സുഗ്രീവനെ ഏൽപ്പിച്ചിട്ട് അന്ത്യശ്വാസം വലിച്ചു. ബാലിയുടെ ജഡം വിധിപൂർവം സംസ്കരിച്ചു. സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അംഗദനെ യുവരാജാവായും വാഴിച്ചു. ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ ബാലിയെ വധിക്കുന്നത്. പിന്നീട് എല്ലാവരും ഈ മരം കാണുമ്പോൾ ബാലിയെ കൊന്ന മരം എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അത് കൊന്നമരമായത്. ഇതിൽ മനംനൊന്ത ആ മരം ഒരു തെറ്റും ചെയ്യാത്ത താൻ ബാലിയെ കൊന്നതിൻ്റെ പഴി കേൾക്കേണ്ടി വരികയാണെന്ന സങ്കടം ഭഗവാൻ ശ്രീരാമനോട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ കൊന്നമരം ഒരു തെറ്റും ചെയ്യാത്ത ഒരു മഹാത്മാവിൽ ചെയ്യാത്ത കുറ്റം ആരോപിച്ചിരുന്നുവെന്നും പിന്നീട് തെറ്റ് മനസ്സിലാക്കി ക്ഷമാപണം നടത്തിയെങ്കിലും അതിൻ്റെ കർമ്മഫലമാണ് ഇപ്പോൾ കൊന്നമരം അനുഭവിക്കുന്നതെന്നും ശ്രീരാമൻ പറഞ്ഞു. അതുകൊണ്ട് കൊന്നമരം എന്ന പേര് വിട്ടുപോകുകയില്ലെന്നും എന്നാൽ ശ്രീരാമനുമായുള്ള സംഗമത്തിലൂടെ കൊന്നമരത്തിന് സൗഭാഗ്യം കൈവരുമെന്നും ഈശ്വരസ്മരണയിൽ കാലം കഴിക്കാനും ശ്രീരാമൻ അരുൾ ചെയ്ത് അപ്രത്യക്ഷനായി. പിന്നീട് കലികാലത്തിൻ്റെ വരവായി. ശ്രീകൃഷ്ണ ഭഗവാനെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിക്കുട്ടനൊപ്പം ഭഗവാൻ പാടത്തും തൊടിയിലുമൊക്കെ കളിക്കാൻ പോയിരുന്നു. ഒരു ദിവസം ഒരു ഭക്തൻ ശ്രീകൃഷ്ണന് ഒരു മാല സമർപ്പിച്ചു. അന്ന് ഉണ്ണിയോടൊപ്പം ആ മാല ധരിച്ചാണ് ഭഗവാൻ കളിക്കാൻ പോയത്. ഉണ്ണിക്ക് ആ മാല വളരെ ഇഷ്ടമായി. അവൻ ചോദിച്ചു, "ആ മാല എനിക്ക് തരുമോ?" ഭക്തവത്സലനായ കൃഷ്ണൻ മാല ഊരി നൽകി. വൈകുന്നേരം നട തുറന്നപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ മാലയില്ലെന്ന് കണ്ട് എല്ലാവരും മാലയ്ക്കായി അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഉണ്ണിയുടെ കയ്യിൽ ആ മാല കണ്ടെത്തുന്നത്. "അത് കൃഷ്ണൻ എനിക്ക് തന്നതാ," ഉണ്ണി പറഞ്ഞുവെങ്കിലും ആരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ ആ കുട്ടിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതിൽ മനംനൊന്ത കുട്ടി കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു. "കൃഷ്ണ, നീയല്ലേ എനിക്ക് മാല തന്നത്? എന്നിട്ട് അവരൊക്കെ
എന്നെ കള്ളാന്ന് വിളിക്കുമ്പോൾ നീ മിണ്ടാണ്ടിരിക്കുക? എനിക്ക് വേണ്ട നിന്റെ മാല. കുട്ടി സങ്കടപ്പെട്ട് ആ മാല ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഒരു കൊന്നമരത്തിലാണ് ആ മാല വന്ന് വീണത്. അതോടെ ആ മരം മുഴുവൻ സ്വർണവർണ്ണത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞു. ഈ സമയം ശ്രീകോവിലിൽ നിന്നും ഭഗവാന്റെ അശരീരി ഉണ്ടായി. ആ കുട്ടി തൻ്റെ ഭക്തനാണെന്നും കൊന്നമരത്തിന് ആ ഭാഗ്യം നൽകാനുള്ള നിയോഗം കുട്ടിക്കായിരുന്നുവെന്നും ഭഗവാൻ പറഞ്ഞു. ഈ പൂക്കൾ വീടുകളിൽ വയ്ക്കുകയും കണി കാണുകയും ചെയ്യുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുമെന്നും ഈ പൂവ് കണി കണ്ടാൽ ദുഷ്കീർത്തി ഉണ്ടാകില്ലെന്നും ഭഗവാൻ പറഞ്ഞു. അന്നു മുതലാണത്രേ വിഷുവിന് കണി വയ്ക്കുമ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട കണിക്കൊന്നയും കണിക്കൊപ്പം വയ്ക്കാൻ ആരംഭിച്ചത്. എന്തുതന്നെയായാലും നിറയെ പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.